ഹലോ, നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ നല്ല മഴയാണ്, രാവിലെ തന്നെ നല്ല മഴയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ക്രൗഡ് ഫണ്ടിങ് കേരള ചാരിറ്റബിൾ ട്രസ്റ്റിൽ രജിസ്റ്റർ ചെയ്ത് 50 രൂപ തന്ന് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുമായിട്ടാണ് നമ്മുടെ ട്രസ്റ്റിൻ്റെ ആദ്യത്തെ രജിസ്ട്രേഷൻ ഫീസ് 250 രൂപയായിരുന്നു. ആ 250 രൂപ നമ്മൾ മാറ്റിയിട്ട് 50 രൂപയ്ക്ക് അതാക്കിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സമൂഹത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയും നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് അർഹിക്കുന്ന ആളുകളാണെങ്കിൽ, അർഹതപ്പെട്ട ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ താഴ്ത്തി കൊണ്ടുപോകുന്നത്. ഇപ്പോഴും ആളുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ ഒക്കെ വന്നിട്ട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് സഹായം കിട്ടണം, അതാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ഉള്ള ആളുകളായിരിക്കും. അവിടെയൊക്കെ നടക്കുന്നത് അങ്ങനെ ആയിരിക്കാം. ഒരാൾക്ക് വയ്യാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാവരും കൂടെ കൂടിയിട്ട് പൈസ സ്വരൂപിച്ച് കൊടുക്കുക ആയിരിക്കാം. പക്ഷെ നമ്മളുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് CFK ഫാമിലിയിൽ, ക്രൗഡ് ഫണ്ടിങ് കേരള ചാരിറ്റബിൾ ട്രസ്റ്റിൽ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരാൾക്ക് 1 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൈസ നമ്മൾ അർഹതപ്പെട്ട ആളുടെ കയ്യിൽ എത്തണം എന്ന് നിർബന്ധമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തരുന്ന 1 രൂപയ്ക്ക് 1 രൂപ തരുന്ന ആളുടെ അതെങ്ങനെ അവരെ ഉണ്ടാക്കി തരുന്നത് എന്നുള്ളത് ആ തരുന്ന വ്യക്തികൾക്ക് മാത്രമേ അറിയാം. അത്രയ്ക്ക് കഷ്ടപ്പാടിൽ നിന്നാണ് അവരാ പൈസ കണ്ടെത്തി തരുന്നത്. അപ്പോൾ അർഹതപ്പെട്ട ആളുകളിലേക്ക് മാത്രമേ ആ പൈസ എത്തണം എന്നുള്ള നിർബന്ധത്തിലാണ് നമ്മുടെ ട്രസ്റ്റിൻ്റേതായിട്ടുള്ള റൂൾസുകൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ മാത്രം ക്രൗഡ് ഫണ്ടിങ് കേരള ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുക, നമ്മളെ കുടുംബത്തിൻ്റെ ഒരു അംഗമാണ്. അതല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പൈസ കിട്ടണം, രജിസ്ട്രേഷൻ ഫീസ് ഇന്ന് അടച്ചിട്ട് നാളെ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന പൈസ നിങ്ങൾക്ക് കിട്ടണം എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാളും നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരരുത്, താമസം എടുക്കും. ഈ പറഞ്ഞ ആളുകളെ കുറിച്ച് അന്വേഷിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് സഹായം അനുവദിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് വരണം എന്നുള്ള ആഗ്രഹമുള്ള പൈസ വേണം എന്ന് കരുതുന്നവർ വരിക.